വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ റവ വച്ചിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് 1.5 കപ്പ് റവയാണ്. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ ടീസ്പൂണിന് 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 4 അല്ലി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 3/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ടീസ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് വരാം. തരികളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എനിക്കിവിടെ 1.5 കപ്പോളം വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് മാവ് നന്നായി പതച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. മാവ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. തവയിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. റവ വെച്ചിട്ട് ഇതുപോലെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അപ്പം ഞാൻ ഈ മാവ് വെച്ചിട്ട് ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ തയ്യാറാക്കിയെടുത്തത് മുന്തിരി കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. മുന്തിരി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് മുന്തിരിക്കൊപ്പം വെള്ളം വെച്ച് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ഈ മിക്സ് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏലക്കയുടെ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ജഗ്ഗിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ രുചി ഇഷ്ടപ്പെടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ജ്യൂസിന് വളരെ ടേസ്റ്റിയാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് അതിന് മുകളിലേക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തയ്യാറാക്കിയെടുത്തത് ഒരു ലൈമാണ്. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില ഇട്ട് കൊടുത്തതിന് ശേഷം നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുരു കളഞ്ഞെടുത്ത മുസമ്പി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഐസ് ക്യൂബ് വേണ്ടവർക്ക് ഈ ടൈമിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈമിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡാണ്. ഈ ചൂടുകാലത്തൊക്കെ ശരീരത്തിന് നല്ല തണവ് നൽകുന്ന ഒന്ന് തന്നെയാണ് ചിയാ സീഡ്. അപ്പോൾ അതുകൊണ്ട് ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ഗ്ലാസോളം ഈ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ്. സോഡ ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇത് കാണാൻ നല്ല മൊഞ്ചുള്ളതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നോമ്പ് തുറന്ന ഉടനെ തന്നെ ഇത് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം ഇത് കഴിക്കുക. പിന്നെ ബ്രെഡും മുട്ടയും ചീസും വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കിയെടുത്തത്. സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ അംനാസ് മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ആവശ്യമുള്ളവർക്ക് അംനാസ് മീഡിയ വിസിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അപ്പത്തിലേക്ക് മുട്ടക്കറിയാണ് തയ്യാറാക്കിയെടുത്തത്. അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവരും സുഖമായി ഇരിക്കട്ടെ.